ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആവിയിൽ വേവിച്ചിട്ടാണ്. നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സവാളയുടെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി ആ ഒരു ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മസാല തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരുപാട് മസാലപ്പൊടികൾ ചേർക്കണില്ല. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും മാത്രമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മാത്രമാണ് ഞാനിവിടെ വഴറ്റി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചിക്കനാണ്. ഞാനിവിടെ 100 ഗ്രാം ചിക്കൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അത് കൈ ഉപയോഗിച്ച് ഒന്ന് പിച്ചിയെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാല ഇപ്പോൾ ഒരല്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു ഉള്ളിയിലേക്കൊക്കെ ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ പിടിച്ച് കിട്ടും. ഈ ഒരു പ്രോസസ്സ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റോളം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്തത്. ഏകദേശം 1/2 ടീസ്പൂണോളൊക്കെ കാണും. ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കവറിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പത്തിരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണിത്. ഇനി ഇതിലേക്കൊരു കൂട്ടിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 5-6 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സാധാരണ ജീരകമാണ് ഞാനിവിടെ ചേർത്തത്. നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം തന്നെ വെള്ളമൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്താൽ മാത്രം മതി. ഈ ഒരു കൂട്ട് നമ്മളുടെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയുടെ കൂട്ട് അരിപ്പൊടിയായിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൂട്ട് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ വെട്ടിത്തിളക്കണ വെള്ളം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആദ്യം 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പിൻ്റെ അടുത്തും കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളം നിങ്ങൾ നോക്കി മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഇതുപോലെ ഒന്നെല്ലാം നനഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെ നനഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ആ ഒരു ചൂടും മാറിക്കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ട് അത് യോജിച്ച് വരികയും ചെയ്യും. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കൂട്ട് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും ഹാർഡാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 5 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കയ്യിൽ പറ്റിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഉരുള എടുക്കാം. ബാക്കിയുള്ള ഉരുളകൾ ഒന്ന് കവർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ ഹാർഡായി പോകും. ഇനി ഇത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മളിത് സാധാരണ കുഴക്കട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്ക് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്.
നിങ്ങൾക്ക് എത്രയാണോ ആവശ്യത്തിന് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല പോലെ തന്നെ കവർ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ആ ഒരു അരികുകൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൽമാസാണ്. ഇത് സാധാരണഗതിയിൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷേപ്പ് മാറ്റിയെടുക്കാനും പറ്റും. ഇത് ഞാനിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത് ആപ്പിളും പേരയ്ക്കൊക്കെ റാപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു റാപ്പർ ഉപയോഗിച്ചാണ്. അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒന്ന് അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് നല്ലൊരു ഷേപ്പായി കിട്ടും. ഇത് ആ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് 20 മിനിറ്റ് നേരത്തേക്കാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തത്. 20 മിനിറ്റ് ആകുമ്പം ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് വെന്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിന് പുറമേ ഒരു മസാലയിൽ കവർ ചെയ്തിട്ടാണ് തയ്യാറാക്കി എടുക്കാറ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അത്യാവശ്യം എരിവുള്ളൊരു മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കാറില്ലേ, ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഒരല്പം ലിക്വിഡായിട്ടുള്ള ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു കൂട്ട് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു കൽമാസിൻ്റെ ഒക്കെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഇളക്കിയെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയൊന്നും ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൽമാസ് ഈ ഒരു മസാലക്കൂട്ടിൽ നല്ലപോലെ മുക്കിയെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ട് മൊരിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരുപാട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്നും മൊരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മലബാറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തട്ടുകടയിലൊക്കെ കാണാൻ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഫില്ലിംഗ് നിങ്ങൾക്ക് ചിക്കൻ ഉപയോഗിച്ചോ മുട്ട ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇട്ടിട്ടോ ഒക്കെ തയ്യാറാക്കി നോക്കാവുന്നതാണ്. പുറമേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക, ഉള്ളിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.